ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് സുല വിന്യാഡിലേക്കാണ്. അപ്പോൾ മുംബൈയിൽ നിന്ന് ഒരു 180 കിലോമീറ്റർ നോർത്ത് ഈസ്റ്റ് പോകുമ്പോൾ നാഷിക് എന്ന് പറഞ്ഞൊരു റീജിയൻ ഉണ്ട്. അവിടെയാണ് സുല വിന്യാഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് രാജീവ് സാമന്ത് 1999 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു വൈനറിയാണ്. സുല ഇപ്പോൾ ഇന്ത്യയുടെ ലാർജസ്റ്റും അതുപോലെ തന്നെ മോസ്റ്റ് അവോർഡഡ് ആയിട്ടുള്ള ഒരു വൈൻ ബ്രാൻഡായിട്ട് മാറിയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു വൈൻ ക്യാപിറ്റലായിട്ട് നാഷിക് മാറിയിട്ടുമുണ്ട്. ഇവിടുത്തെ ടിക്കറ്റ് ഫെയറും അതുപോലെ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുമാണ് നമ്മുടെ ഈ വീഡിയോയിൽ മെയിനായിട്ട് കാണിക്കുന്നത്. അപ്പം ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് വീക്ക് ഡേയ്സിൽ 600 റുപ്പീസാണ്. അത് 11:30 to 7:30 ആണ് ടൈമിംഗ്. അതുപോലെ വീക്കെൻഡ്സിൽ 1000 റുപ്പീസാണ്. അത് 11:30 to 8:30 ആണ് അതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത്. പിന്നെ അവിടെ ഡൈനിങ്ങും അതുപോലെ തന്നെ ബോട്ടിൽ ഷോപ്പും എല്ലാം 11 to 11 ഓപ്പൺ ആയിരിക്കും. പിന്നെ ഇതിനകത്ത് ഉള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് വൈൻ ടേസ്റ്റിംഗ്, ബോട്ടിൽ ഷോപ്പ്, വൈൻസ്, അതുപോലെ തന്നെ ഒരു വൈനറി ടൂറുണ്ട്, ഗിഫ്റ്റ് ഷോപ്പുണ്ട്, ഫുഡുണ്ട്, പിന്നെ റിസോർട്ടിൽ വേണമെങ്കിൽ സ്റ്റേ ചെയ്യാം. നമ്മൾ എടുക്കുന്ന ഈ ടിക്കറ്റ് ഫെയർ എന്ന് പറയുന്നത് 600 ആണെങ്കിലും 1000 ആണെന്നെങ്കിലും പെർ ഹെഡ് ആണ്. അവിടെ തന്നെ യൂട്ടിലൈസ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. അതായത് ഇപ്പം നമ്മൾ എടുക്കുന്ന ടിക്കറ്റ് ഫെയർ എന്ന് പറയുമ്പം 2 കാർഡായിട്ടായിരിക്കും, യെല്ലോ കാർഡും വൈറ്റ് കാർഡും ആയിട്ട് കിട്ടും. 600 കൊടുക്കുകയാണെങ്കിൽ 400 റുപ്പീസിൻ്റെ ഒരു വൈറ്റ് കാർഡും അതുപോലെ 200 റുപ്പീസിൻ്റെ ഒരു യെല്ലോ കാർഡും കിട്ടും. അപ്പം നമുക്ക് ഈ 400 റുപ്പീസ് നമുക്ക് വൈൻസ് ടേസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് വൈൻ ബോട്ടിൽ നമുക്ക് വാങ്ങിക്കാനോ നമുക്ക് പറ്റും. 200 റുപ്പീസിനും നമുക്ക് നോൺ വൈൻസ് അല്ലെങ്കിൽ ഫുഡിനൊക്കെ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ വീക്കെൻഡ്സിലുള്ള 1000 റുപ്പീസ് ആണെന്നുണ്ടെങ്കിൽ 600 വൈൻ ടേസ്റ്റിങ്ങിനും അല്ലെങ്കിൽ വൈൻസ് വാങ്ങിക്കാനും, ബാക്കി 400 എന്ന് പറയുന്നത് യെല്ലോ കാർഡ്, അത് നമുക്ക് നോൺ വൈൻസിന് അല്ലെങ്കിൽ ഫുഡിന് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോയി ഫോട്ടോ എടുക്കാനുള്ള ഓരോ ഏരിയ ഉണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ടാണ് അവർ ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ പല കളേഴ്സിലുള്ള ബൊഗീൻ വില്ലയൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓരോ കാലഘട്ടത്തിലും ഈ വൈനൊക്കെ ഇവിടെ പ്രൊഡക്ഷൻ നടന്നത് എന്നൊക്കെയുള്ളത് കാണിക്കുന്ന രീതിയിലുള്ള പണ്ടത്തെ മെഷീൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു വൈനറി ഒരു ടൂർ നമ്മളെ കാണിക്കുന്നുണ്ട്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തതും ഇതെങ്ങനെയാണ് അവർ ഉണ്ടാക്കുന്നത്, അതിൻ്റെ ബാരലൊക്കെ എത്ര വർഷം, ഏത് ബാരൽ ഉപയോഗിക്കുന്നത്, ഏത് ടൈപ്പ് ഓഫ് വുഡാണ് അതിനൊക്കെ ഉപയോഗിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കൊരു ഇൻഫർമേഷൻ. അപ്പോൾ വൈൻ ടേസ്റ്റിംഗ് ചെയ്യാനുള്ളവർക്ക് വേണമെങ്കിൽ പോയി വൈൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രധാനപ്പെട്ടിട്ടുള്ള 6 വൈൻസാണ് അവർ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. അതെങ്ങനെയാണ് ഒഴിക്കുന്നത്, അതെങ്ങനെയാണ് പിടിക്കേണ്ടത് എന്നുള്ളതൊക്കെ അവർ വളരെ കൃത്യമായിട്ട് നമുക്കത് പറഞ്ഞു തരും. പിന്നെ ഇവിടെ സ്റ്റേ ചെയ്യണമെന്നുള്ളവർക്ക് സ്റ്റേയും ചെയ്യാം. നേച്ചറുമായിട്ട് ഭയങ്കര ഒരു അടുപ്പം തോന്നുന്ന രീതിയിലാണ് അവർ ആ ഒരു കാര്യങ്ങളെല്ലാം ഇണക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടുത്തെ വിശേഷം എന്ന് പറയുന്നത്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.